ഈ തുടക്കം എന്ന് പറയുന്ന മുനമ്പത്തെ സ്ഥലത്തിൻ്റെ പ്രാധാന്യം അറിയാമല്ലോ. അതായത് അത് കൊച്ചി രാജവംശത്തിൻ്റെ ആയിരുന്നു. പണ്ട് ടിപ്പു സുൽത്താൻ എന്ന് പറയുന്ന ഒരു കൊള്ളക്കാരനെ കേരളത്തിൽ നിന്ന് തുരത്തി ഓടിച്ചതിന് പകരമായിട്ട് കൊച്ചി രാജാവ് തിരുവിതാംകൂർ രാജാവിന് കൊടുത്ത സ്ഥലങ്ങളാണ് മുനമ്പം, പറവൂർ, ആലുവ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ. കഥ മാറിക്കൊണ്ടിരിക്കുകയാണ്. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ വിജിത് അമ്പിച്ചേട്ടായി ഇപ്പൊ സിനിമ ഒന്നും ഇല്ലാതെ അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ തുറന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തുറന്ന് പറച്ചിലുകൾ ഒരു പക്ഷേ അത് അവരുടെ തന്നെ അധപ്പതനത്തിന് കാരണമാകും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നം ഉണ്ടാക്കുക എന്നല്ലാതെ ഒരു പ്രശ്നം പരിഹരിക്കാൻ അവരെ കൊണ്ട് കഴിയില്ല. ഇവർക്ക് ആകെ ഒരു ലക്ഷ്യം മതരാജ്യം ഉണ്ടാക്കുക എന്ന് മാത്രമാണ്. മതേതരത്വം അവർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമൊന്നുമില്ല. പിന്നെ എന്തിനാണ് ഇവിടെ ക്രിസ്ത്യൻസിന് വേണ്ടി സംസാരിക്കുന്നതെന്ന് നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. മണിപ്പൂരിലൊരു വിഷയം ഉണ്ടായപ്പോൾ അവിടെയുള്ള ക്രിസ്ത്യൻസിന് വേണ്ടി ഖമ എന്നൊരു അക്ഷരം ഇണ്ടാത്ത ആളുകളാണ്. ഓക്കെ, എന്തു ആവട്ടെ. ഇപ്പൊ പുതിയ ഒരു കഥ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭൂമി മുഴുവൻ ആരുടേതാണോ? ഇവിടെ ഓരോ മഹാരാജാക്കന്മാരുണ്ടായിരുന്നല്ലോ. ഈ മഹാരാജാക്കന്മാരുടെ ഭൂമി എന്ന് പറഞ്ഞാൽ ആരുടേതാണ്? അത് അവരാരാധിക്കുന്ന ദൈവങ്ങളുടേതാണ്. അപ്പോ ആ ഒരു ഭൂമി ഇപ്പൊ ആരുടേതായിട്ട് വരണം? ആ ദൈവങ്ങളുടെ കയ്യിലേക്ക് തന്നെ വരണം. ഓക്കെ, തുടർന്ന് കേൾക്കാം. ഈ മുനമ്പത്തെ സ്ഥലം എന്ന് പറയുന്നത് 1902 എൻ്റെ ഓർമ്മ. അന്ന് ഭരിച്ചിരുന്ന ആയില്യം തിരുനാൾ മഹാരാജാവ് ഒരു കൃഷിക്ക് വേണ്ടി ഒരാൾക്ക് കൊടുത്തതാണ്, പാട്ടം കൊടുത്തതാണ്. പാട്ടത്തിന്, വിലക്കല്ല, പാട്ടത്തിന്, ദാനവും അല്ല, പാട്ടത്തിന് കൊടുത്താണ്. ഈ പാട്ടക്കരാർ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കാലം പാട്ടക്കരാർ എഴുതാൻ കഴിയും 99 വർഷമാണ്. 100 വർഷം തയ്ക്കാൻ പാടില്ലെന്നാണ്. 99 വർഷത്തേക്കാണ് കരാർ എഴുതിയെങ്കിലും ആ കരാറിന്റെ കാലാവധി 1902 കൊടുത്തതിന്റെ കാലാവധി 2001 പൂർത്തിയായി. 23 വർഷങ്ങൾക്ക് മുമ്പ് പാട്ടക്കാലാവധി കഴിഞ്ഞു. പാട്ടക്കാലാവധി കഴിഞ്ഞാൽ ആ വസ്തു എന്താ ചെയ്യേണ്ടത്? തിരിച്ച് ആരാണോ പാട്ടം കൊടുത്തത് അവർക്ക് ഉടമസ്ഥന് തിരിച്ചു കൊടുക്കണം. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ആ വസ്തു ആരുടെയാണ്? രാജാവിന്റെയാണ്. ശ്രീപത്മനാഭന്റെയാണ്. പണ്ടാര വകയാണ്. അതായത് രാജ്യം മുഴുവൻ പത്മനാഭന്റെയാണ്. രാജ്യത്തിന്റെ പേരും ദാസനാണ് രാജാവ്. ഭഗവാന്റെ വകയാണ് ആ വസ്തു. ഏത് പ്രമാണം എടുത്ത് നോക്കിക്കോളൂ. തിരുവനന്തപുരത്ത് ഏത് പ്രമാണം, തിരുവിതാംകൂറിൽ ഏത് പ്രമാണം എടുത്ത് നോക്കിയാലും പണ്ടാര പാട്ട വകയെന്നായിരിക്കും. പണ്ടാര വക വസ്തു, അതായത് ഭഗവാന്റെ വസ്തുവാണ്. ആ വസ്തു തിരിച്ച് ഭഗവാൻ കൊടുക്കണം. ഓക്കെ, അപ്പൊ എങ്ങനെയുണ്ട്? ഈ രാജ്യം ഉദ്ദേശിച്ചത് അദ്ദേഹം ഈ ഒരു ഇന്ത്യ മഹാരാജ്യത്തെ അല്ല കേട്ടോ. ഓരോ നാട്ടുരാജാക്കന്മാരുണ്ടായിരുന്നു. ഏകദേശം ബ്രിട്ടീഷുകാർ ഇവിടെ വരുന്ന സമയത്ത് 552 നാട്ടുരാജാക്കന്മാരുണ്ടായിരുന്നു, നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തമ്മിൽ തല്ലിച്ചിട്ട് അതൊക്കെ കൈക്കലാക്കാൻ അവർക്ക് വളരെ എളുപ്പമായിരുന്നു. അതൊക്കെ നമ്മളെല്ലാവരും കഷ്ടപ്പെട്ട് സ്വാതന്ത്ര്യം നേടിയെടുത്തു എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മളിങ്ങനെ പൊട്ടന്മാരായിട്ട് ജീവിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇപ്പോഴും കുറെ പിന്തിരിപ്പൻ ചിന്താഗതിയായിട്ട് കുറെ ആളുകൾ എന്തോട്ടെ. അപ്പോൾ ഈ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് മുനമ്പത്ത് നടക്കുന്ന പ്രശ്നം, ഈ ഒരു പ്രശ്നത്തെയാണ് ഒരു മതപ്രശ്നമാക്കി മാറ്റാൻ ഇവിടെയുള്ള ചില ആളുകൾ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. ഈ മുസ്ലിമിൽ പിറന്ന ഏതൊരു മനുഷ്യനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 614 കുടുംബത്തിന് ആ വീട് അവർക്കത് തിരിച്ചു കൊടുക്കുക തന്നെ വേണം. ഇതിന് വേറൊരു സംവിധാനം, മറ്റൊരു പോംവഴി കണ്ടെത്തുക എന്ന് തന്നെയാണ് എല്ലാവരും പറയുക. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, മുസ്ലിങ്ങൾ ഇതിനെതിരെയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഓക്കെ, അദ്ദേഹം പറഞ്ഞൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ ആ ഒരു തിരുവിതാംകൂർ മഹാരാജാവിന്റെ ഭൂമി എന്ന് പറയുന്നത് അത് ആ രാജാവിന്റെ അല്ല എന്നുള്ളതാണ്. അവര് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ക്ഷേത്രമുണ്ടല്ലോ, ആ ക്ഷേത്രത്തിലുള്ള ആ കൽപ്രതിമകളുണ്ടല്ലോ, ആ കൽപ്രതിമയുടേതാണ് ഈ രാജ്യം മുഴുവൻ എന്ന് പറയുന്നത്. നമ്മൾ ദാസനത്രേ പരിപാലിക്കുന്നതാ. ആരാണ് ആ ദൈവത്തെ ഉണ്ടാക്കിയത്? നമ്മളൊക്കെ തന്നെ. എന്നിട്ടോ ആ ദൈവം പോലും അറിയാതെ ദൈവം കോടീശ്വരനാവുക, കൊക്കോടീശ്വരൻ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ കോടിക്കണക്കിന് മുതലാണ് കിടക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ മേജർ രവി പറഞ്ഞു, എന്തിനാണ് അള്ളാഹുവിന് ഇത്ര സ്വത്ത് എന്ന്. അതേ ചോദ്യം തിരിച്ചു ചോദിക്കുക, എന്തിനാണ് ദേവസ്വത്തിന് ഇത്രയധികം സ്വത്ത്, ദൈവത്തിന് എന്തിനാണ് ഇത്ര സ്വത്ത്? അതേ ചോദ്യം തിരിച്ചു ചോദിക്കാലോ. സ്വത്തൊക്കെ ജനങ്ങൾക്ക് വിട്ടുകൊടുത്തുകൂടെ, പാവങ്ങൾക്ക് കൊടുത്തുകൂടെ? അതേ ചോദ്യം അങ്ങോട്ടും ചോദിക്കാലോ. അപ്പോൾ എന്താണ് വഖഫ് ബോർഡ്? ഈ ഹിന്ദുക്കളുടെ ദേവസ്വം ബോർഡ് പോലെയുള്ള ഒരു ബോർഡാണ് വഖഫ് ബോർഡ്. ഇതിപ്പോൾ രാഹുൽ ഈശ്വർ നിങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. ഞാനതന്നെ പറയുകയാണ്, അത് തന്നെയാണ് സംഭവം. പക്ഷെ ഞങ്ങൾക്ക് എന്തുമാകാം, നിങ്ങൾ അങ്ങനെ പറയണ്ട എന്നുള്ള ഒരു കാര്യമാണ്. ഈ ഒരു മുനമ്പത്തെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് വഖഫ് ബോർഡിനെ ഇവരിങ്ങനെ വേറെ രീതിയിൽ കാണാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. ഇതെന്തോ ഭീകരവാദികളുടെ എന്തോ സംഭവമാണ്, ഭീകരത്വമാണ് ഇവർ പറഞ്ഞു വരുന്നത് പറഞ്ഞ രീതിയിലാണ് പറയുന്നത്. ശരിക്കും ഇതിന്റെ കൃത്യമായിട്ടുള്ള ഒരു രൂപരേഖ ഈ വീഡിയോയിലുണ്ട്. സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക. കൃത്യമായ രേഖകൾ വെച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, കേൾക്കാം. അപ്പം ഈ പറഞ്ഞ ഇത്തരം മണ്ടത്തരങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ ഈ കേരളത്തിലെ ഭൂമി മുഴുവൻ ദേവസ്വങ്ങളുടെയാണ്. അപ്പം ആ ദേവന്റെ ആണ് തിരിച്ച്. അപ്പം തളിപ്പറമ്പ് രാജേശ്വരൻ്റെയാണ് അവിടുത്തെ വസ്തുക്കളെല്ലാം. ദേവസ്വം ആവശ്യപ്പെടണം, ഞങ്ങളുടെ വസ്തുവാണ്, ഞങ്ങൾക്ക് തരാൻ. അല്ല, അപ്പൊ ഈ ക്ഷേത്രങ്ങളുടെ മുഴുവൻ വസ്തുക്കളും
ഇതേപോലെ തന്നെ തിരിച്ചു കിട്ടണമെന്ന് നാളെ ആവശ്യപ്പെട്ടാൽ ഈ വഖഫിനെക്കാട്ട് വലിയ ഇഷ്യൂ ആയിട്ട് ഇത് മാറില്ലേ? മാറണമെന്നാണ് പറയുന്നത്. എങ്ങനെയുണ്ട്? ഓരോ നാട്ടുരാജാക്കന്മാരുണ്ടായിരുന്നു, അത് ഞാൻ എടുത്തു പറഞ്ഞ ഓരോ നാട്ടുരാജാക്കന്മാരുണ്ടായിരുന്നു അല്ലെ? കേരളത്തിൽ തന്നെ 3-4 രാജാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇവരുടെ ഭൂമി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഭൂമിയല്ല, അത് ആ ഒരു എന്താ രാജാക്കന്മാരുടെ ഭൂമിയല്ല, ആ ഒരു രാജാക്കന്മാർ തൊഴുന്ന കുറച്ച് ദൈവങ്ങളുണ്ട് അത്രേ, നമ്മളെ ഉണ്ടാക്കിയ കൽപ്രതിമ, ആ ദൈവത്തിന്റെയാണ് സ്വത്ത് മൊത്തം. അങ്ങനെ നോക്കുകയാണെങ്കിൽ കേരളം മുഴുവൻ ആരുടേതാണ്? ഹിന്ദുക്കളുടേതാണ്. അതിനുവേണ്ടി നമ്മൾ പ്രശ്നമുണ്ടാക്കണം എന്നാണ് വിജി തമ്പി പറയുന്നത്. അപ്പോൾ ഏകദേശം വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് മുൻപത്ത് എന്തിനാണ് ഇവിടെ സംസാരിക്കുന്നത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഈ ഇന്ത്യയിൽ എന്തിനാണ് സംസാരിക്കുന്നത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇന്ത്യ മഹാരാജ്യം എന്ന് പറഞ്ഞ മഹാഭാരതം എന്ന് പറയുന്ന ആ ഐതിഹ്യമുണ്ടല്ലോ, അത് ഇന്ത്യയിൽ ശരിക്കും നടന്നതാണെന്നും അത് ഇന്ത്യയിലുള്ളതാണെന്നും അതുകൊണ്ട് തന്നെ ഈ ഭൂമിയെല്ലാം ആരുടേതാണ്? ഹൈന്ദവന്റേതാണെന്ന് പറയുകയും പുതിയൊരു നിയമം കൊണ്ടുവരാൻ ഇവരിപ്പോൾ ശ്രമിക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ തർക്കമൊന്നും വേണ്ട. ഇപ്പൊ മുൻപത്തെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ക്ലാരിഫിക്കേഷൻ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഒന്ന് കേട്ടോക്കാം. ഫറൂഖ് കോളേജ് നടത്തുന്നത് ഇപ്പൊ വഹാബിയുടെ കയ്യിലാണ് ഫറൂഖ് കോളേജ്. അതാണ് ഇപ്പൊ പറയാൻ കാരണം. അവരാണ് ഇത് വിറ്റത്. ഒരു വക്കീലിനെ വിൽക്കാനുള്ള അധികാരം കൊടുത്തു. അദ്ദേഹം ഉണ്ടാക്കി, അതൊക്കെ കിട്ടിയവർ കുറെ വിറ്റു, കുറെ അയാളും ഉണ്ടാക്കി എടുത്തു. അങ്ങനെ ഉണ്ടാക്കിയത് നശിച്ചു പോയി. വഖഫിന്റെ സ്വത്തെ വഹാബികൾ വിറ്റുന്ന്. ഇവർക്ക് എന്ത് ഹലാലാറാമുള്ളത്? അടാപ്പാടെ നടക്കുന്ന പ്രശ്നം നമ്മൾ മനസ്സിലാക്കണം. അവിടെ കുറെ പാവപ്പെട്ട ആൾക്കാർ, കുടിയേറ്റക്കാരുണ്ടായി. അവർ പൈസ കൊടുത്ത് വാങ്ങിയതാ. ഇവരോട് പൈസ കൊടുത്ത് വാങ്ങിയതുകൊണ്ട് അല്ലാത്തവരൊക്കെ ഉണ്ട്. അതിനേക്കാൾ അപ്പുറം അവർ റിസോർട്ടുകാരുണ്ട്, ഒരുപാട് റിസോർട്ടുകാർ, 60ഓളം റിസോർട്ടുകൾ അവിടെ ഉണ്ട്, വലിയ കുംഭകോണക്കാർ. ഇവരും നിരപരാധികൾ, പാവങ്ങളാ. ആ കുടിയേറിയ ആൾക്കാർ പാവങ്ങൾ, നിരപരാധികളാ. കുറെ അവർ പൈസ കൊടുത്ത് വാങ്ങിയ സ്വത്ത് നല്ല സ്വത്താണെന്നൊക്കെ വാങ്ങിയതാണ്. ഈ ഒരു വസ്തു വഖഫ് സ്വത്താണെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. അതിന് ആധാരമുണ്ട്. അതിന്റെ ആധാരത്തിൽ ആദ്യത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നു, ഇത് വഖഫാക്കിയിരിക്കുന്നു പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതായത് മുജാഹിദ്, വഹാബി, അതൊക്കെ അവരുപയോഗിക്കുന്ന വാക്കുകളാണ്. അതിനെക്കുറിച്ചൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. എന്തായാലും വഖഫ് ബോർഡ്, ആ ബോർഡാണ് ശരിക്കും ഈ ഒരു സംഭവം, ഈ ഒരു സാധാരണക്കാരനെ ശരിക്കും വലിപ്പിച്ചത്. അവരെ ചതിച്ചത് അവരാണ്. വിറ്റ് ഒഴിവാക്കി, പാവങ്ങൾ പൈസയും കൊടുത്ത് വാങ്ങി. കുറെ റിസോർട്ടുകാരും പൈസ കൊടുത്ത് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവരെന്താ പൈസ കൊടുത്ത് വാങ്ങിയ ഒരു ഭൂമി ആയതുകൊണ്ട് തന്നെ അവരെ വിശ്വാസപ്രകാരം അവരുടെ ഭൂമിയാണ്, അവർക്ക് അവിടെ താമസിക്കാം. പക്ഷെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അതേ വഖഫ് ബോർഡ് തന്നെ തിരിച്ചു വന്ന് പറയാം ഈ ഭൂമി ഞങ്ങളതാണ്, മാറിപ്പോണെന്ന്. ആ ഒരു സംഭവത്തിനോട് എന്തായാലും നമ്മൾ ആരും യോജിക്കുന്നൊന്നുമില്ല. വിജി തമ്പി പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 വർഷത്തിന് പാട്ടം കൊടുത്ത ഒരു ഭൂമി എങ്ങനെയാണ് ഒരാൾക്ക് വിൽക്കാൻ കഴിയുക എന്നുള്ളത്. അപ്പൊ അതിന്റെയൊക്കെ രേഖകൾ എന്തായാലും കിട്ടാതിരിക്കില്ല. ഈ ലോകത്തുള്ള എല്ലാ രേഖകളും നമുക്ക് കിട്ടാനുണ്ട്. മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന കാലത്ത്, തമ്മിൽ തല്ലുന്ന കാലത്തുണ്ടായ കാര്യങ്ങളല്ലേ, അതൊക്കെ ഇവിടെ ഉണ്ടാവും. അപ്പോൾ അത് പാട്ടഭൂമിയാണോ എന്നുള്ള തെളിവ് അത് ഉണ്ടാക്കണം. റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിൽ ഉണ്ടാവും നമുക്കറിയില്ല. തിരുവിതാംകൂറിന്റെ ആ ഒരു ഭരണകാലത്ത് ഉണ്ടായിരുന്ന രേഖകൾ ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ കണ്ടെത്തണം. അതിന് ശേഷം അത് അതാണെന്ന് കണ്ടെത്തിയിട്ട് അതിനുള്ള പരിഹാരം ഉണ്ടാക്കുക. പിന്നെ വിജി തമ്പി പറഞ്ഞതുപോലെ അത് ദൈവത്തിന്റെ ഭൂമിയാണ്, ദൈവത്തിന് തിരിച്ചു കൊടുക്കുക എന്നുള്ള ഒരു സംഭവം ഒന്നുമല്ലോ. അതൊന്നും ഇവിടെ വില പോകാൻ പോകുന്നില്ല. കാരണം ഈ പറയുന്ന ദേവസ്വം ബോർഡിന്റെ ഭൂമിയാണെങ്കിലും വഖഫിന്റെ ഭൂമിയാണെങ്കിലും ഇതൊക്കെ സാധാരണക്കാരന്, മനുഷ്യന്മാർക്കും ജീവജാലങ്ങൾക്കും ഇവിടെയുള്ള എല്ലാവർക്കും ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇവിടെ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവങ്ങളൊക്കെ അത് മനുഷ്യന്മാർക്ക് വേണ്ടി കൊടുത്തു എന്നല്ലേ നിങ്ങൾ വിശ്വസിക്കുന്നത്. പിന്നെ എൻ്റെ അപ്പുറത്തേക്ക് ദൈവം എനിക്ക് തന്നെ തിരിച്ചു തരുമെന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. ഓക്കെ, അതെന്താ അവിടെ നിൽക്കട്ടെ. ഈ ഒരു ഭൂമി ആരാണോ വിറ്റത് അവരുടെ കയ്യിൽ നിന്നും പണം വാങ്ങി വഖഫ് തന്നെ അതിനൊരു പരിഹാരം കാണുക എന്നുള്ളതാണ്. തുടർന്ന് കേട്ടോ. എങ്ങനെ വിൽക്കുക? വഹാബിയൊക്കെ വിൽക്കുക, ദീൻ പൊളിക്കുന്ന വഹാബികൾക്ക് അത് വിൽക്കുക. അവർ വിറ്റല മറുപടി പറയണ വഹാബികൾ പുറത്താക്കണം എന്നല്ല, ഓർക്ക് പ്രശ്നം പരിഹരിക്കണം. അവരങ്ങോട്ട് ഇറക്കി വിട്ടാൽ അവർ റോട്ടിലേക്ക് പോകാനൊന്നും പറ്റൂല. അവർ പരിഹരിക്കണം. അതിനെന്ത് വേണമെന്ന് ചോദിച്ചാൽ ഈ കോളേജ് കമ്മിറ്റിന്റെ വഹാബികൾ ഉണ്ടല്ലോ, ആ വഹാബികളോട് അതിന്റെ നഷ്ടപരിഹാരം വാങ്ങിക്കൊടുത്തുകൊണ്ട് വേറെ സ്ഥലത്ത് എന്താക്കണം, കുടിയിരുത്തുന്നവരെ ഒക്കെ ഭൂമി ഒഴിഞ്ഞു കൊടുക്കണം. അത് തന്നെയാണ് ചെയ്യേണ്ടത്. അതായത് ആ ഒരു ഭൂമി വിറ്റത് ആരാണോ അവരുടെ കയ്യിൽ നിന്നും ആ ഒരു പണം അത് ഈടാക്കിക്കൊണ്ട് കൃത്യമായിട്ട് പരിഹാരം വഖഫ് ബോർഡ് കണ്ടോളൂ. ആർക്കൊരു വിഷയവുമില്ല. ഈ ഒരു വിഷയത്തിൽ ഒരു മുസ്ലിം ഇതിനെതിരുമല്ല. അതായത് ആ മനുഷ്യന്മാരെ അവിടുന്ന് പുറത്താക്കണതിന് മാത്രമേ എതിരുള്ളൂ. നിങ്ങൾ ആരാണോ വഖഫ് ബോർഡിന്റെ ഭൂമി വിറ്റത് അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ എന്ത് നിയമ പോരാട്ടം നടത്തിക്കോ. സാധാരണക്കാരുണ്ട് ഒഴിവാക്കി വിടുക. കരമടയ്ക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കാനും കോടതിക്ക് ഈ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പ്രതികരിക്കുക. വഖഫ് ബോർഡ് എന്തുകൊണ്ട് ജനങ്ങൾക്ക് എതിരെ തിരിയുന്നു എന്നുള്ള, വഖഫ് ബോർഡ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഭൂമി ആരെങ്കിലും കൈവശപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് വിറ്റ ആളുകളെ പിടിക്കല്ലേ വേണ്ടത്. അത് വിറ്റ ആളുകളെ കയ്യിൽ നിന്ന് അത് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ, ആരാണത് വിറ്റത് എന്നുള്ളതൊക്കെ. കേൾക്കാം എന്തായാലും.
വഖഫിന്റെതാണ് എന്ന് ആരാ പറഞ്ഞ്? ഗവൺമെന്റ് പറഞ്ഞതാണ്. വഖഫിന്റെതാണെന്ന് ആരാ പറഞ്ഞത്? രാഷ്ട്ര നിയമങ്ങൾ പറഞ്ഞതാണ്. വഖഫ് ബോർഡല്ല പറഞ്ഞത്, വഖഫ് ട്രിബ്യൂണൽ അല്ല പറഞ്ഞത്. പിന്നെ പറഞ്ഞതോ ഹൈക്കോടതി തന്നെയാണ്. അതിന്റെ ഡിവിഷൻ ബെഞ്ച്, സിംഗിൾ ബെഞ്ച് പോലുമല്ല വഖഫ് ബോർഡിന്റെതാണ് ആ സ്വത്തെന്ന് പറഞ്ഞത്. ഒരിക്കലും അല്ല. അതൊരു തെറ്റായ ധാരണയാണ്. അനാവശ്യമായിട്ട് നമുക്ക് ആ ഒരു കാര്യത്തെക്കുറിച്ച് അറിയില്ലെങ്കിൽ അത് പറയാതിരിക്കുക നല്ലതെന്നുള്ളതാ. ആരാണ് ഈ ഭൂമി വഖഫിന്റേതാണെന്ന് പറഞ്ഞത്? അത് സർക്കാരോ ഇവരോ അല്ല, കോടതിയാണെന്നാ പറഞ്ഞത്. എങ്ങനെ കോടതി പറയാ? വഖഫ് ബോർഡ് പ്രശ്നം ഉന്നയിക്കുമ്പോൾ അതാണ് കോടതി അന്വേഷിക്കുക. അതല്ലാതെ കോടതി നേരിട്ട് അന്വേഷിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇവർക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട് വഖഫ് ബോർഡ്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇതൊരു ചർച്ചയാവുന്നത്. ആരാണ് നോട്ടീസ് അയച്ചത്, എന്താണ് ഇതിന് പിന്നിൽ നടന്നതെന്ന് പല ആളുകൾക്ക് അറിയില്ലല്ലോ. വിത്ത് എവിഡൻസ് ഇതൊന്ന് കേട്ടോ കേട്ടോ. ഞങ്ങൾ ഗവൺമെന്റ് രാഷ്ട്രീയമായ മുതലെടുപ്പിനും വർഗീയമായ മുതലെടുപ്പിനും എതിരാണ്. ഈ ഭൂമി വഖഫ് ഭൂമിയാണെന്നുള്ള വഖഫ് ബോർഡിന്റെ ഓർഡറാണിത്. ഓർഡർ ബിഫോർ ദ കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ്. അതിന്റെ ചെയർമാന്റെ പേര് ജനാബ് സയ്യിദ് റഷീദ് അലി PM എന്നാണ്. എന്നിട്ട് പാണക്കാട് സയ്യിദ് റഷീദ് അലി തങ്ങളാണ് ഇത് ഉത്തരവ് ഇറക്കിയിട്ടുള്ളത്. എന്നിട്ട് ആർക്കും തർക്കമില്ല. സർക്കാർ വഖഫ് ബോർഡ് അവരുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ച്, ഞാൻ ഈ വ്യക്തിയല്ല പറയുന്നത്, പക്ഷെ അദ്ദേഹം പറഞ്ഞത് ഇത് വസ്തുതയ്ക്ക് നിരക്കാത്തതാണ്, ഇപ്പൊ ഈ ഗവൺമെന്റ് എന്തോ ചെയ്തെന്നാണ്. അപ്പൊ മുസ്ലിം ലീഗിന്റെ നേതാവായിട്ടുള്ള ജനാബ് സയ്യിദ് റഷീദ് അലി PM അദ്ദേഹം ചെയർമാനായിരിക്കുന്ന ബോർഡാണ് എല്ലാ വശവും പരിശോധിച്ചിട്ട് ഇത് വഖഫിന്റേതാണ് എന്ന് സ്ഥാപിച്ച് നടപടികളിലേക്ക് എത്തിയത്. എങ്ങനെയുണ്ട്? സർക്കാരിന്റെ തലയിലിട്ടായിരുന്നു കാര്യങ്ങൾ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറെ ആളുകൾ എന്താ കോടതി പറഞ്ഞാണ്. കോടതി അങ്ങനെ ഒരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ കൃത്യമായി വഖഫ് ബോർഡിന്റെ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടാവും. അപ്പൊ ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് ഇനി ഞാൻ പറയുന്നില്ല, നിങ്ങളത് കേട്ടിട്ടുണ്ടാവും. ഇനി മറ്റൊരു കാര്യം, ആരാണിത് വിറ്റത് എന്ന് ഉസ്താദ് ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിന് മറുപടി ഇതിലുണ്ട്. ഇപ്പൊ വഖഫ് ബില്ല് ഏറ്റവും വലിയ ചർച്ചയാണ് നമ്മുടെ രാജ്യത്ത്, അല്ലെ? മുനമ്പത്തെ സാധുക്കളായ, അവിടെ കുടിയിരുത്തപ്പെട്ടിരിക്കുന്ന അവിടുത്തെ സാധുക്കളായ ജനങ്ങളെ അവിടെ പുറന്തള്ളി അവരെ വഴിയാധാരമാക്കാൻ പാടില്ല എന്ന നിലപാട് കേരളത്തിലെ എല്ലാ മുസ്ലിം സംഘടനകളും പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ അത് വഖഫ് സ്വത്താണെങ്കിൽ എങ്ങനെ അവരുടെ കൈകളിലേക്ക് വന്നു? അതവരുടെ കൈകളിലേക്ക് പോകാൻ കാരണക്കാരാരാണ്? അവരിൽ നിന്ന് വില കൊടുത്ത്, അവരാരിൽ നിന്നാണ് വില കൊടുത്ത് വാങ്ങിയത്? അവരതിന് നഷ്ടപരിഹാരം ചെയ്തുകൊണ്ട് അവരെ പുനരധിവസിപ്പിക്കണമെന്നേ നമുക്ക് അഭിപ്രായമുള്ളൂ. അവരെ വഴിയാധാരമാക്കണമെന്ന് നമുക്ക് ആർക്കും അഭിപ്രായമില്ല. തീർച്ചയായിട്ടും കേരളത്തിലുള്ള മുഴുവൻ മുസ്ലിം സമുദായവും പറയുന്ന കാര്യം അത് തന്നെയാണ്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരാളെയും ആ ഭൂമിയിൽ നിന്നും പുറത്താക്കാൻ കഴിയില്ല, പാടില്ല, ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് തന്നെയാണ്. അപ്പൊ BJPയുടെ അജണ്ട വേറെ നടക്കുന്നുണ്ട്. മുസ്ലിങ്ങൾ തീവ്രവാദികളാണെന്ന രീതിയിൽ എന്തൊക്കെയോ പറഞ്ഞു നടക്കുന്നുണ്ട്. അതൊന്നും നമ്മളെ ബാധിക്കരുത് കേട്ടോ സുഹൃത്തുക്കളെ, പൊന്നാര സുഹൃത്തുക്കളെ. നിങ്ങൾ അതൊന്നും ശ്രദ്ധിക്കരുത്. അവരെ ചൊടി പിടിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു വിദ്വേഷം ഉണ്ടാക്കിയിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുകയാണ്. അതിലൊന്നും ആരും വീഴരുത്. സോഷ്യൽ മീഡിയയിലും ഇങ്ങനെ ഓരോന്ന് പറയും, മൈൻഡ് ചെയ്യേ വേണ്ട. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കോടതിയിൽ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ആരാണ് ഈ ഭൂമി വിറ്റത് എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് പറയണമെന്ന് കേട്ടോക്കെ. APCC സെക്രട്ടറി ആയിരുന്ന ആളായിരുന്നു ഇതിന്റെ പവർ ഓഫ് അറ്റോർണി. അദ്ദേഹമാണ് ഈ സെയിൽ മുഴുവൻ നടത്തിയത്. പക്ഷെ അവരെ കുറ്റപ്പെടുത്തല്ല ചെയ്യുന്നത്. അപ്പൊ ഈ പ്രശ്നങ്ങളെല്ലാം ഞങ്ങൾ ഇതൊന്നും പറയുന്നത് രാഷ്ട്രീയമായിട്ടോ മതപരമായിട്ടോ ചേരിതിരിവുകൾക്ക് പോകാതെ എല്ലാവരും യോജിപ്പോടുകൂടി നടത്തേണ്ടതാണ്. വളരെ വിശദമായിട്ട് ഈ പാണക്കാട് സയ്യിദ് റഷീദ് അലി തങ്ങളുടെ നേതൃത്വത്തിലുള്ള ബോർഡാണ് ഇതിന് അക്സെപ്റ്റൻ ചെയ്ത് തീരുമാനമെടുത്തത്. ഈ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ടാക്സ് പിരിക്കാത്ത സാഹചര്യം വന്നത്. ടാക്സ് പിടിക്കാത്തതിന്റെ കാരണം നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. ആരാണ് വിറ്റതെന്ന് മനസ്സിലായിട്ടുണ്ടാവും. KPCയുടെ അന്നത്തെ വക്താവായിട്ടുള്ള ഒരു മനുഷ്യനാണ് ഈ ഒരു വിഷയത്തിൽ ആ ഭൂമി വിൽക്കാൻ കൂട്ടുനിന്നത് എന്നുള്ളതാണ്. എന്തിനാണ് കണ്ണടച്ചിരുട്ടാക്കാൻ നോക്കുന്നത്? അതൊന്നും ശരിയായ ഒരു നടപടിയല്ല. ആരാണ് ഈ ഒരു വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നിയമ ഭേദഗതി കൊണ്ടുവരുന്നത് ആദ്യമായിട്ട് ഈ ഒരു രീതിയിലേക്ക് ആക്കുന്നത്? കോൺഗ്രസ് സർക്കാരാണ്. അതിൽ യാതൊരു തരത്തിലുള്ള ഒരു സംശയവുമില്ല. എന്നാൽ പുതിയ ഈ ഒരു ബില്ല് വരുമ്പോൾ ബില്ലിൽ ഉണ്ടാവുന്ന കുറെ അപാകതകളുണ്ട്, അത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അവർ പ്രധാനമായി പറയുന്ന ഒരു കാര്യം, സ്ത്രീകളെ ഉൾപ്പെടുത്തും വഖഫ് ബോർഡിൽ നിന്ന്. കേരളത്തിൽ കാലങ്ങളായിട്ട് വഖഫ് ബോർഡിൽ സ്ത്രീകളുണ്ടോ? അപ്പോൾ അത് കേരളത്തെ ബാധിക്കുന്ന ഒരു വിഷയമല്ല. ഇനി മറ്റുള്ള സംസ്ഥാനങ്ങളുടെ അവസ്ഥ നമുക്കറിയില്ല. അതുകൂടാതെ തന്നെ ഇതിന്റെ ഏറ്റവും തലപ്പത്ത് ഒരു ഹിന്ദുവിനെ, ഒരു ഹൈന്ദവനെ കൊണ്ടിരുത്തണം എന്ന് പറയുന്നുണ്ട്. അതെങ്ങനെയാണ് നടപടിയാവുക? അതിന് പ്രധാനമായി പറഞ്ഞ ഇവിടെ ലോകത്തിലുള്ള മുഴുവൻ ഭൂമി ഇവർ പിടിച്ചടക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ദേവസ്വം ബോർഡിന്റെ തലപ്പത്ത് ഒരു മുസ്ലിമിനെയോ ഒരു ക്രിസ്ത്യനെയോ കൊണ്ടേ ഇരുത്തുക? നടക്കുവോ? നടക്കില്ല. അപ്പൊ അതും നടക്കില്ല എന്നുള്ളൊരു കാര്യമാണ്. പിന്നെ മറ്റൊരു കാര്യം, അത് എനിക്ക് ശരിയാണ് എന്ന് തോന്നിയ കാര്യമാണ്. ഈ ഒരു വിഷയത്തിൽ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് ഒരു ലാൻഡുമായി ബന്ധപ്പെട്ട് പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ ഒരു സംസ്ഥാനത്തെ ഏത് ജില്ലയിലാണോ പ്രശ്നങ്ങൾ വെച്ചാൽ ആ ജില്ലയിലെ കളക്ടർക്ക് ഇടപെടലുകൾ നടത്താം. കളക്ടർ കൊടുക്കുന്ന ആ ഒരു അന്തിമ തീരുമാനമായിരിക്കും വഖഫ് ബോർഡ് ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. അതാണ് ഒരു പുതിയ നിയമമായിട്ട് വരാൻ പോണത്. നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ആ ഒരു കളക്ടറും ജനങ്ങളുടെ കൂടെ നിൽക്കും എന്നുള്ള ഒരു വിശ്വാസം കൊണ്ട് തന്നെയാണ്.
പിന്നെ ഇതിന്റെ ഇടയിലൂടെ കലഹം ഉണ്ടാക്കാനും കലാപം ഉണ്ടാക്കാൻ ആളുകൾ പലതും വേറെ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവർ പറഞ്ഞ കുറെ കാര്യങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷെ അംഗീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് അതിനെ വീണ്ടും ഒരു മാറ്റങ്ങൾ വരുത്തുന്നതിൽ തെറ്റൊന്നുമില്ല. നമ്മൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ നിലനിൽക്കുന്നത്, അല്ലെ? ജനങ്ങളെ സഹായിക്കാനാണല്ലോ നിലനിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അനാവശ്യമായിട്ടുള്ള ഭീതികൾ ഉണ്ടാക്കാതിരിക്കുക. ഇപ്പൊ BJP അവിടെ പോയിട്ട് ഈ ഒരു ഇത്രയും നാള് ഇപ്പോ ഇവിടെയൊക്കെ പ്രശ്നം, മണിപ്പൂരിലൊക്കെ പ്രശ്നം നടന്നിട്ടും തിരിഞ്ഞു നോക്കാത്ത ആളുകൾ ഇവിടെ ആ ഒരു കാര്യം മറന്നുകൊണ്ട് ഇവിടെ നിന്ന് ഡയലോഗ് അടിക്കണമെന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. അത് നമുക്കറിയാം. ഇവർക്ക് വർഗീയത പറഞ്ഞാലേ ജീവിക്കാൻ പറ്റുള്ളൂ. വർഗീയത പറഞ്ഞ് ഇവിടെ മുസ്ലിങ്ങളെ എന്തിനാണ് തമ്മിലടിപ്പിക്കുന്നത് എനിക്കറിയില്ല. ഇപ്പൊ രാഹുൽ ഈശ്വർ തന്നെ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവിടെ ആർക്കാണ് ഹിന്ദുവിനെയും മുസൽമാനെയും ക്രിസ്ത്യനെയും തമ്മിലടിപ്പിക്കാൻ ആഗ്രഹം ഉണ്ടാവുക? അത് മതരാജ്യം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്കാണ്. അങ്ങനെ മതരാജ്യം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആൾ ആരാണ്? BJP ആണ്. തർക്കമൊന്നുമില്ലല്ലോ. ഞാൻ കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല. നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. വീണ്ടും പുതിയ വാർത്താവിശേഷങ്ങൾ ഞാൻ വരും. അതൊരു സന്ദീപ് എടപ്പാൾ, സൈനിങ് ഓഫ്.